ഹലോ, ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പോൾ 2-3 പേര് എന്നെ പറഞ്ഞു തന്നു ഇതിൽ നല്ലതും ഉണ്ടാവും ചീത്തയും ഉണ്ടാവും. അതായത് കമൻസ് നമ്മളതെല്ലാം അംഗീകരിക്കാൻ തയ്യാറായി വേണം വീഡിയോസ് ചെയ്യാനെന്ന്. ഞാനതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് വീഡിയോസ് ഇട്ട് തുടങ്ങിയത്. ഇന്നലെ എൻ്റെ ഒരു വീഡിയോയ്ക്ക് വന്ന കമൻറ്റാണ് ഇത്. അപ്പം ചേട്ടൻ ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലിട്ട് എന്ന് പോലും എനിക്കറിഞ്ഞൂടാ. ഇയാളെ ചേട്ടൻ എന്നൊന്നും വിളിക്കേണ്ട കാര്യമില്ല, എൻ്റെ മര്യാദ. പുള്ളി ഞാനിട്ട വീഡിയോ അല്ലെങ്കിൽ അത്രയും മോശമായിരിക്കണം. അപ്പോൾ പുള്ളി ഇതെന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ ഈ കമൻറ്റ് ഹൈഡ് ചെയ്യാനോ ഒന്നിനും പോയില്ല. എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നി. കാരണം ഈ വീഡിയോസ് ഇത് എന്നെങ്കിലും ആരെങ്കിലും ഇയാൾക്ക് വേണ്ടപ്പെട്ടവരോ ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ ഇയാളെ സംസ്കാരം ഇതാണെന്ന് മനസ്സിലാക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് മാത്രം. പിന്നെ ഇതൊന്നും കൊണ്ട് ഞാൻ തളരെയൊന്നുമില്ല, മുന്നോട്ട് പോകാൻ തന്നെ ചെയ്യും. ചേട്ടൻ്റെ സംസ്കാരം കാണിച്ചു, ഞാൻ അതിന് ചെറുതായിട്ടൊന്ന് പ്രതികരിച്ചു, അത്രയേ ഉള്ളൂ. നമുക്ക് വരുമ്പോഴും അതെല്ലാം വേദനയും, മറ്റുള്ളവർക്ക് വരുമ്പം അത് നമുക്ക് ചിരിയാണ്. അതിന് വലിയ അത്ഭുതമൊന്നും ഇല്ല ഇപ്പോഴത്തെ കാലത്ത്. അപ്പം ഇയാളുടെ വീട്ടിലുള്ളവരടുത്ത് ആരെങ്കിലും ഇങ്ങനെ പ്രതികരിച്ചാൽ ഇയാൾക്കത് തട്ടും. മറ്റുള്ളവർ പറയുമ്പോൾ വലിയ ഇതൊന്നും കാണില്ല. ഒരു വീഡിയോ എടുക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. ഒരുപാട് സമയം ചിലവിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം ചെയ്തു വരുന്നത്. അതിന് കഷ്ടപ്പാടിൻ്റെ വിലയെങ്കിലും തരണം. ഇങ്ങനെ അപമാനിക്കാതിരുന്നൂടെ എന്നേ എനിക്ക് ചോദിക്കാനുള്ളൂ. അപ്പം നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഇന്ന് ഞാൻ താമസിച്ച് എണീറ്റതുകൊണ്ട് തന്നെ എല്ലാം താമസിച്ചായിരുന്നു. എൻ്റെ ജോലികളും അതുപോലെ ഇഴഞ്ഞിഴഞ്ഞാണ് ഇന്ന് നീങ്ങിയത്. കുറച്ച് തുണി ഉണ്ടായിരുന്നു, ഞാൻ വേഗം അതെല്ലാം കഴുകി. പിന്നെ അടുക്കളയിൽ പാത്രമൊക്കെ കഴുകി ഹോളൊക്കെ വൃത്തിയാക്കി. എനിക്കൊരു സമയം തന്നിട്ടുണ്ടായിരുന്നു 3:30. കൃത്യം 3:30 ആകുമ്പോഴത്തേക്കും റെഡി ആയി കഴിഞ്ഞാൽ പുറത്ത് കൊണ്ടുപോകണം. അതുകൊണ്ട് തന്നെ ഞാൻ പടപടപടാന്ന് ജോലിയൊക്കെ ചെയ്ത് തീർത്തു. എന്തായാലും കഷ്ടപ്പെട്ട് ലീവ് എടുത്ത് വീട്ടിൽ നിൽക്കണേല്ലേ, നീ എന്തായാലും നമുക്കേക്ക് കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞു. ഞാനും പിന്നെ അവസരം പാഴാക്കാതെ പെട്ടെന്ന് തന്നെ എല്ലാ ജോലിയൊക്കെ ചെയ്തു. എനിക്കിന്ന് തൂക്കൽ തുടക്കൽ അതൊക്കെ കുറവായിരുന്നു. പക്ഷെ ഒരുപാട് തുണി മടക്കാനുണ്ടായിരുന്നു. 2-3 ദിവസമുള്ള തുണികൾ ഉണക്കി എടുത്തതാണ് ഇതെല്ലാം. അപ്പം അതൊക്കെ കൈയുടനെ തന്നെ മടക്കി വെച്ചിട്ട് പിന്നെ ഞാനും പോകാൻ റെഡിയായി. എവിടെയാണ് കൊണ്ടുപോകുന്നതെന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഭയങ്കര പ്രതീക്ഷയിലിരിക്കണേ. എൻ്റെ മനസ്സിലങ്ങനെ ഒരു വലിയ ഇതിലിരിക്കുകയാണ്, എവിടെയോ കൊണ്ടുപോകുന്നുള്ളത്. അവസാനം ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് എനിക്കറിഞ്ഞൂടെ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ടാറ്റ ബൈ ബൈ, സീ യു. ഞാൻ പോയി കറങ്ങിയിട്ട് വരാം. എവിടെയാണ് പോയെന്നുള്ളത് അടുത്ത വീഡിയോ പറയാം.